KS ഇവിടെ കണക്ഷൻ എടുക്കാത്ത ഒരു വീട് DC സോളാർ സിസ്റ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ഇൻവെർട്ടറിൻ്റെ സഹായമില്ലാതാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോളാർ പാനലും ലിഥിയം ബാറ്ററി പാക്കും DC ബൾബാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു കാട്ടാന ശല്യമുള്ളൊരു സ്ഥലമാണ്. കാട്ടാന വന്ന് നശിപ്പിച്ചാണ് ഈ കാണുന്നത്. എന്തായാലും നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലിഥിയം ബാറ്ററി പാക്ക് ഇതിനു മുമ്പ് നമ്മൾ മേക്ക് ചെയ്തതാണ്. നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ച ലിഥിയം ബാറ്ററി പാക്കാണ്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് 1 വർഷം മുമ്പ്. ഏതൊരു സാധാരണക്കാർക്കും വളരെ ഈസി ആയിട്ട് ലിഥിയം ബാറ്ററി നിർമ്മിക്കാവുന്ന ഒരു വീഡിയോ ആണ് അത്. നിങ്ങൾക്ക് കണ്ടു നോക്കാം. എല്ലാ മച്ചാന്മാരെയും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ചൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇവിടെ നമ്മൾ ഒരു 50 വാട്ടിൻ്റെ സോളാർ പാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു 9 വാട്ടിൻ്റെ 2 LED ബൾബ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 12.8 വോൾട്ട് ഒരു 12 Hൻ്റെ ലിഥിയം ബാറ്ററി പാക്കും യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ലിഥിയം ബാറ്ററി പാക്കാണ്. ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. ഈ കാണുന്ന ഒരു ലൈറ്റ് വീടിൻ്റെ പുറത്തും ഒരു ലൈറ്റ് വീടിൻ്റെ അകത്തും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ലൈറ്റോടെ കൊടുക്കാനുണ്ട്. അത് അന്ന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് വീടിൻ്റെ അപ്പർ സൈഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ചുറ്റും നല്ല വെട്ടം കിട്ടുന്നതാണ്. ഇവിടെ പിന്നെ KS ഇവിടെ കണക്ഷൻ എടുക്കണമെങ്കിൽ 2-3 പോസ്റ്റൊക്കെ ഇടണം. കുറച്ചധികം ചടങ്ങുള്ള സ്ഥലമാണ്. അതുകൊണ്ട് KS ഇവിടെ കണക്ഷൻ എടുത്തിട്ടില്ല. നിലവിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആ ഒരു ലിഥിയം ബാറ്ററി പാക്കൊക്കെ മേക്ക് ചെയ്യുന്നതും അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നില്ല. പിന്നെ ഈ ഒരു കണക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് വയറൊക്കെ വലിച്ച് പൈപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ചെയ്യാം. ഇപ്പോൾ അതിനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. എന്തായാലും ഈ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സെറ്റപ്പൊക്കെയാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പക്ഷേങ്കിൽ കാട്ടാന വരുന്ന സ്ഥലമാണ്. കാട്ടാന വന്നിട്ട് ഇവിടെ വാഴയൊക്കെ കണ്ടോ പൊളിച്ചും പറിച്ചിട്ടിരിക്കുകയാണ്. ഒരു 2-3 വാഴയൊക്കെ കാട്ടാന നശിപ്പിച്ചിട്ട് പോയി. അങ്ങനെ കാട്ടാന ശല്യമുള്ളൊരു സ്ഥലമാണ്. എപ്പോഴൊന്നും കാട്ടാനൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ കാട്ടാന വരും. വന്നു കഴിഞ്ഞാൽ പറമ്പിലുള്ള സകല സംഭവം തീർത്തിട്ട് പോകും. ഇത് വേണം കുറച്ച് ഉൾപ്രദേശത്ത് KSEBിയുടെ പോസ്റ്റൊക്കെ എത്തിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാം ഹൗസൊക്കെ ആണെങ്കിൽ അവിടെ എപ്പോഴും ഒരു DC സോളാർ സെറ്റപ്പ് ചെയ്യുന്നതാണ് നമുക്ക് ലാഭം. അതിനായിട്ട് ഒത്തിരി പൈസ മുടക്കേണ്ട ആവശ്യമില്ല. 2 DC ബൾബും ഒരു ലിഥിയം ബാറ്ററി പാക്കും, ചെറിയ ലിഥിയം ബാറ്ററി പാക്ക് മതി. ഒരു 50 വാട്ടിൻ്റെ പാലും ഉണ്ടെങ്കിൽ സുഖമായിട്ട് 3 ലൈറ്റ് നന്നായിട്ട് കത്തിക്കാം. അതും നല്ല ബാക്കപ്പ് കിട്ടും. ഞാൻ 1 വർഷം പരീക്ഷിച്ച് വിജയിച്ച സംഭവമാണിത്. ഈ ഒരു വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനിപ്പോൾ എത്ര രൂപ കോസ്റ്റ് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് അറിയില്ല. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ എത്ര രൂപ വരുമെന്ന് പറയാൻ പറ്റില്ല കറക്റ്റായിട്ട്. 50 വാട്ടിൻ്റെ 100 വാട്ടിൻ്റെയൊക്കെ സോളാർ പാനൽ ചിലപ്പോൾ ആക്രി കടയിൽ കിട്ടും. അതാകുമ്പോൾ 10-300 കിട്ടും. നമ്മുടെ ഭാഗ്യത്തിന് നല്ലത് ചിലപ്പോൾ കിട്ടി. അല്ലെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു 1500 രൂപ തൊട്ട് ഒരു 2800 രൂപ വരെ 50 വാട്ടിന്. ഞാൻ വേണമെങ്കിൽ ലിങ്കൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ DC ബൾബ് ഒരു 150 രൂപ ഒരു ബൾബിന്. പിന്നെ ആണെങ്കിൽ ലിഥിയം ബാറ്ററി പാക്ക് ഒരു 3000, 4000, 5000 ഒക്കെ 1000 റേറ്റിനുള്ളൊക്കെ മേടിക്കേണ്ടി വരും. പിന്നെയാണെങ്കിൽ ഈ ഒരു സോളാർ പാനലിൽ നിന്ന് വന്ന സാധനം കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു നമ്മുടെ സോളാർ ചാർജ് കൺട്രോളർ മേടിക്കണം. അതിനും ഏകദേശം ഒരു 600 തൊട്ട് 1000 രൂപ വരെ. ഇതൊക്കെ മാക്സിമം റേറ്റ് കേട്ടോ. ഇത്തരം ഒരു പ്രൈസ് മുടക്കി കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് കേബിൾ, DC കേബിൾ ഒരു 5 മീറ്റർ, പിന്നെ ഒരു AC കേബിൾ മതി മറ്റേ ബൾബിലേക്ക് കൊടുക്കാനൊക്കെ. 1 സ്ക്വയറൊക്കെ മതി. ഒത്തിരി ദൂരമൊന്നുമില്ലെങ്കിൽ കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ 1.5, 2.5 അതൊക്കെ ദൂരം അനുസരിച്ച്. ഒരുപാട് ദൂരത്തേക്ക് ഉണ്ടാകാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. ഈ ഒരു DC സെറ്റപ്പ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് മാസം എടുക്കും, അറിയില്ല. ആ ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുടെ ഒരു സൗകര്യം അനുസരിച്ചാണ്. അത് കഴിയുമ്പോൾ നമ്മൾ പക്കയായിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നില്ല, കാരണം ആ വീട്ടിൽ താമസിക്കുന്ന ഒരാളുടെയും നമ്മുടെയൊക്കെ ഒരു സൗകര്യമൊക്കെ അനുസരിച്ചാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും കാണിക്കാം. അങ്ങനെ അല്ലല്ലോ മറ്റൊരു വീട്ടിൽ ചെന്ന് മുമ്പ്. എൻ്റെ വീട്ടിൽ വേറെ ലിഥിയം ബാറ്ററി പാക്കും ചെറുതിരിക്കുന്നുണ്ട്. അത് വെച്ച് നല്ല പക്ക സെറ്റപ്പിലുള്ള DC സിസ്റ്റത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഈ ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ നമുക്കൊരു 12.8 വോൾട്ട് ഒരു 12 Hൻ്റെ ബാറ്ററി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഒരു 50 വാട്ടിൻ്റെ സോളാർ പാനൽ ഉപയോഗിച്ചിട്ട് പക്കയായിട്ട് ഒരു ദിവസം കൊണ്ട് ഫുൾ ചാർജ് ആക്കാം. ഒരു പ്രശ്നമില്ല അവിടെ. പിന്നെ ആണെങ്കിൽ നമുക്ക് DC ബൾബ് നല്ല അടിപൊളിയായിട്ട് രാത്രി യൂസ് ചെയ്യാം. അതായത് ഒരു 9 വാട്ടിൻ്റെ ഒക്കെ 2 വേണമെങ്കിൽ നേരെ വിളക്കുന്നവരെ നമുക്ക് യൂസ് ചെയ്യാം. യാതൊരു ഇത് കുഴപ്പമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ 3 മണി വരെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. പിന്നെ ആണെങ്കിൽ ഇതിനകത്ത് വേറെ കേസ് എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ DC വയർ ഉപയോഗിക്കണം, AC വയർ ഉപയോഗിക്കണം, അങ്ങനെയൊക്കെ പലർക്കും സംശയമുണ്ട്. നമ്മുടെ സോളാർ പാനലിൽ നിന്ന് നമ്മുടെ
ചാർജ് കൺട്രോളിലേക്ക് വരുന്നത് DC വയർ ഉപയോഗിക്കണം. ലൈറ്റിലേക്ക് പോകുന്നതൊക്കെ AC വയർ ഉപയോഗിച്ചാൽ മതി. വലിയ സീനൊന്നുമില്ല, വലിയ കാര്യമായ വെട്ടമൊന്നും കുറയൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് ഒരുപാട് കോസ്റ്റ് വരും DC വയറാണെങ്കിൽ. AC വയറാണെങ്കിൽ അത്ര കോസ്റ്റ് ഇല്ല, ആ ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം വെട്ടം കുറയുന്നുണ്ടോ ഇല്ല എന്നൊക്കെ. ഇപ്പോൾ ചില വയറിലൊക്കെ കുറച്ച് മോശമായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന AC വയറിലൊന്നും അങ്ങനെ കുഴപ്പമില്ല. ഞാൻ യൂസ് ചെയ്യുന്ന AC വയറിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം.